ഹലോ, വെൽക്കം ബാക്ക് ടു കേക്ക് ടീൽ ബൈ ഷബന. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായില്ലേ റെസിപ്പി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തേതൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. 1 കിലോൻ്റെ റെസിപ്പിയാണ്, വിത്ത് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര മിക്സിയിലേക്ക് ഇടുകയാണ്. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റ പ്രോസസ്സായിട്ട് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. വിസ്കോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല, ഒറ്റ സിംഗിൾ പ്രോസസ്സിൽ തന്നെ നമുക്ക് സംഭവം ചെയ്തെടുക്കാം. അതിലേക്ക് 1 കപ്പോളം വരുന്ന സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി ഈ സൺഫ്ലവർ ഓയിലും ഈ പഞ്ചസാരയും ഒന്ന് മിക്സിയിലൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ സൺഫ്ലവറിന് പകരം ബട്ടർ ചൂസ് ചെയ്യാം. ബട്ടറിന് പകരം ഞാൻ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷനിലാണ്. ഇത് ഞാൻ മാറി മാറി ചെയ്തൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര്, ഇനി 2 മൂടി വാനില എസൻസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ഒരു തൈരിൻ്റെ ഒക്കെ ഒരു മണം ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാനില എസൻസ് 2 മൂടി വാനില എസൻസ് ആഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഈ പഞ്ചസാരയും ഓയിലും തൈരും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്ലോർ മിക്സ്, കൊക്കോ പൗഡർ, ബട്ടർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ എല്ലാം കൂടി ഒന്ന് 2 സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പോളം വരുന്ന വെള്ളം, ഞാൻ പച്ചവെള്ളം, നോർമൽ പച്ചവെള്ളം 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോസസ്സാണ് നമ്മളെ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി, 2 മൂടിയോളം വരുന്ന വിനാഗിരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 1/2 കപ്പിൽ നിന്ന് കുറച്ചും കൂടി എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് 2 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നോർമൽ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഇത് ഒരു 45 മിനിറ്റ് ടു 1 അവർ ബേക്ക് ചെയ്യാൻ ടൈം എടുക്കും. പക്ഷേ മെല്ലെ ഞാൻ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ സ്ലോ പ്രോസസ്സായിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ട സംഭവമാണ്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ എഗ്ലെസ് കേക്ക് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.